മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് മീനമാസമൊന്നും ആയിട്ടില്ല, മാർച്ച് കഴിയാറായി. ഏപ്രിൽ മെയ് മാസം ഏറ്റവും അധികം ചൂടുള്ള സമയമാണ്. നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും, നമ്മുടെ റിസർവോയറിലൊന്നും വെള്ളം കാര്യമായിട്ടില്ല. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അത്ര വെള്ളമൊന്നും ഇല്ല. ഇപ്പോ ഇലക്ട്രിസിറ്റി കേരളത്തിന് വലിയ പ്രോബ്ലം ഇല്ലാതെ കിട്ടുന്നത് എവിടെന്നാണെന്നറിയാമോ? കൂടംകുളം ആറ്റമിക് എനർജി സ്റ്റേഷനിൽ നിന്നാണ്. ഈ കൂടംകുളം ആറ്റമിക് എനർജി, അതിലെ എനർജി എടുത്ത് AC-യിൽ കഴിയുന്ന ഇവിടുത്തെ പ്രകൃതി സ്നേഹികളും കളിയിക്കാവിളയെ വരെ സമരം ചെയ്യാനായിട്ട് പോയ അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ ഒരു പണിയില്ലാതിരിക്കുന്ന ചെയർമാനും, അതുപോലെ തമിഴ്നാട്ടില് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെന്തക്കോസ്തുകാരൻ, അയാളുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് സുഗതകുമാരി ഉൾപ്പെടെയുള്ള പലരും ചെന്ന് കൂടംകുളം ആറ്റമിക് റിയാക്ടറിനെതിരെ സമരം ചെയ്തവരുമൊക്കെ വെറുതെ ഒന്ന് ചിന്തിക്കണം, അവർ ചെയ്ത പ്രവൃത്തിയുടെ ഗതികേട് എന്താന്ന്. ഈ നാട് ഒരു കാരണവശാലും വികസിക്കരുത് എന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് പൈസ വാങ്ങിച്ച ആ ഷർമിള എന്ന് പറയുന്ന ഒരു എയറോം ഷർമിളയോ എന്തോ ഒരു സാധനമുണ്ട്, അത് മണിപ്പൂരിൽ നിന്ന് 90 വോട്ട് കിട്ടിയിട്ട് അവിടെ ഇനി തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് AKG സെന്ററിൽ വന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ദേശദ്രോഹിക്ക് മാലയിട്ട് സ്വീകരണം കൊടുത്തതുപോലെ ഈ രാഷ്ട്രം വികസിക്കുന്നതിനെതിരെ പ്രവർത്തിച്ചവരെല്ലാം ഇപ്പൊ എയർ കണ്ടീഷൻ മുറിയിലിരിക്കുന്നുണ്ടെങ്കിൽ ആ കൂടംകുളം ആറ്റമിക് എനർജിയുടെ ഇലക്ട്രിസിറ്റി ആണെന്നുള്ളതൊന്ന് മറക്കണം. എന്താ കാരണം അറിയോ? അപ്പോഴാ ലൈറ്റും ഫാനും ഒക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി വരുന്നത് എങ്കിൽ അത് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ചെയ്ത മഹാപാപം നിങ്ങളുടെ മനസ്സിലൂടെ ഉണ്ടാവും. പ്രത്യേകിച്ച് അച്യുതാനന്ദൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ദിവസവും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അദ്ദേഹവും കൂടി കൂടംകുളത്തിനെതിരായിരുന്നു. ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി പെന്തക്കോസ്തുകാരൻ മതപരിവർത്തന തൊഴിലാളി ചെയ്ത സമരത്തിന് അനുകൂലമായിട്ട് അവിടം വരെ പോയി. ചങ്കൂറ്റമുള്ള സ്ത്രീ ജയലളിത ഉണ്ടായിരുന്നത് കൊണ്ട് ഇവരെക്കത്തിനെയും അടിച്ചു തെറിപ്പിച്ച ആറ്റമിക് റിയാക്ടർ ഉണ്ട്. ഈ പ്രകൃതി സ്നേഹത്തിന്റെ പേരില് ഈ നാടിന്റെ വളർച്ചയെ മുഴുവനും തകർത്ത കുറേ ആൾക്കാരുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കേണ്ടെന്നല്ല, അതേ സമയത്ത് കാടും സൈലന്റ് വാലിയും മൊത്തം കുത്തുവാളയെടുപ്പിച്ചപ്പോ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ആറ്റമിക് റിയാക്ടർ വന്നപ്പോഴാണ് ഇവർക്കെല്ലാം. അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തീരുമാനിച്ചു, അമേരിക്കയിൽ നിന്നാണ് ആറ്റമിക് റിയാക്ടറെങ്കിൽ നമ്മൾ സമരം ചെയ്യണം, റഷ്യയിൽ നിന്നാണ് ആറ്റമിക് റിയാക്ടറെങ്കിൽ സമരം ചെയ്യേണ്ട. റഷ്യക്കാരെയും ചൈനക്കാരെയും അച്ചാന്ന് വിളിക്കാനും ചൈനക്കാരുടെ പൈസ വാങ്ങിച്ച് ഈ നാടിനെ നശിപ്പിച്ച എയറോം ഷർമിള അവരെ കൈകാര്യം ചെയ്ത് സ്വീകരിക്കാനും ഇവിടെയുള്ള ദേശദ്രോഹികൾക്ക് സാധിക്കുമെങ്കിൽ ആ ദേശദ്രോഹികൾ ഇന്ന് ആലോചിക്കണം, ഇന്ന് ഓർമ്മിക്കണം. അവര് ഇരിക്കുന്ന കസേരയുടെ മുകളിലുള്ള ഫാൻ കറങ്ങുന്നത് അവര് സമരം ചെയ്ത അതേ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. അതിവിടെ വരരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അറിയണം. വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം സമരം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ നിരന്തരം സമരം ചെയ്ത, ശരിക്കും രാഷ്ട്രത്തെ ഒരു കാരണവശാലും വികസിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ എല്ലാവരുടെ വീട്ടിലും മക്കൾക്കും അവരവർക്കും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം കൊണ്ടാണ്. അവർ ചിന്തിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തത്, അതിൻ്റെ പരിണത ഫലം. ആ സമരം ചെയ്തതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഏതിനെതിരാണോ സമരം ചെയ്തത് അത് ഒരു കാരണവശാലും അവർ സ്വീകരിക്കരുത്. അതേപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ്, SBTയും SBIയും ഒരിക്കലും ചേരരുതെന്നും പറഞ്ഞ് സമരം ചെയ്ത് ഇഷ്ടംമാതിരി സംഭാവന വാങ്ങിച്ച് ഫ്ലക്സ് അടിച്ച വ്യക്തികളെന്ന് ഓർമ്മിക്കണം.
മറ്റന്നാളെ രാവിലെ, നാളെ അർദ്ധരാത്രിക്ക് ശേഷം SBTയും SBIയും അതുപോലെയുള്ള പല ബാങ്കുകളും ഒന്നാവുകയാണ്. കോടാനകോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് മാനേജ്മെന്റ് വൃത്തങ്ങളിൽ ഉണ്ടാവുന്നത്. അതിനെതിരെ സമരം ചെയ്ത് ഞാൻ SBTയിലെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും വെറുതെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് SBTയും SBIയും ലയനം ചെയ്യുന്നതിൽ സന്തോഷമാണോ? സാറേ, 10,000-2,000 രൂപ കൂടുതൽ ശമ്പളത്തിൽ കിട്ടും, ധാരാളം പ്രൊമോഷൻ സാധ്യത കൂടും, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് ഉള്ള അവസരം കൂടുതൽ കിട്ടും, അതുകൊണ്ട് പാർട്ടിക്കാർ പറഞ്ഞതുകൊണ്ട് സമരം ചെയ്യുന്നു എന്നല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ ഇതിനെതിരല്ല. ഇപ്പൊ പുറത്തൊന്ന് അകത്തൊന്ന്, എങ്ങനെയാണോ കൂടംകുളത്തിന് എതിരെ സമരം ചെയ്ത് അതിൻ്റെ തന്നെ കറണ്ട് കൊണ്ട് AC ഇട്ട് സുഖമായിട്ട് ഈ ബുദ്ധിജീവികളും ഈ പ്രകൃതി സ്നേഹികളും എന്ന് പറയുന്ന ഒരു വിഭാഗം നിലനിൽക്കുന്നത്, അതിന് പത്രമാധ്യമങ്ങളൊക്കെ സപ്പോർട്ടായിരുന്നു. ഇന്ന് ആ പത്രവും മാധ്യമവും ഒക്കെ പ്രവർത്തിക്കുന്നത് കൂടംകുളത്തിലെ ഇലക്ട്രിസിറ്റി കൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കണം. അച്യുതാനന്ദനൊക്കെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചു. അത് തന്നെ ഒരുതരം കുലത്തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ്, പേപ്പറിൽ നിറഞ്ഞിരിക്കുക എന്നുള്ളത്. എതിർക്കുന്നത് കുറേ കാലം എതിർക്കുക, എന്നിട്ട് അത് തന്നെ അംഗീകരിക്കുക എന്നുള്ളത് പാർട്ടിക്കാരുടെ സ്വഭാവമാണ്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർവൽക്കരണം. അതുപോലെ തന്നെയാണ് ഈ നാട്ടിൽ ഒരു കോളേജും ഒന്നും വരുത്താത്ത അവസ്ഥ. ഇപ്പോ അവരുടെ തന്നെ പാർട്ടിക്കാരുടെ കോളേജുകാർ നടത്തുന്ന തിന്മയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരിക. SBTയും SBIയും ലയിക്കുമ്പോഴത്തേക്കും നഖശികാന്തം എതിർക്കുക, സമരം ചെയ്യുക, എന്നിട്ട് അവസാനം എന്തായി, രാജിവെച്ച് പൊക്കൂടെ എങ്ങനെയാണെങ്കിൽ, യോജിക്കുന്നില്ല എങ്കിൽ. ഇനി നാലാമത്തെ ഒരു പോയിന്റ്, ഇവിടെ 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചപ്പോ കയർ തൊഴിലാളികളുടെ വയറ്റിപ്പഴപ്പിനെ കുറിച്ചിട്ട് PhD എടുത്ത ഡോക്ടർ തോമസ് ഐസക്കും ഇവിടുത്തെ വേണുഗോപാലും ഇവിടുത്തെ ബുദ്ധിജീവികളും മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും അവരുടെ കീഴേ ഉള്ളവരും ചിദംബരവും അല്ലാത്തവരും എല്ലാവരും ചെന്ന് സമരം ചെയ്തു. ഭാരതത്തിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്ന് വരെ പറഞ്ഞിരിക്കുന്നു ഈ ബുദ്ധിജീവികളും ഇവിടുത്തെ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും. എന്താ ആഭ്യന്തര കലാപം ഉണ്ടായി ഇവിടെ? എത്ര കോടി രൂപയാണ് കള്ളപ്പണമായിട്ട് പുറത്തേക്ക് വന്നത്? ATM കത്തിക്കുമെന്ന് വരെ പറഞ്ഞു. മാത്രമല്ല, മാവേലി സ്റ്റോറിലും അതുപോലെയുള്ള സ്ഥലത്തും ക്യൂ നിൽക്കുന്ന ക്യൂവിന്റെ ഫോട്ടോ എടുത്ത് ATMന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നതാണെന്ന് വരെ കാണിച്ചു. റേഷൻ സാധനങ്ങൾ വാങ്ങിക്കാൻ ക്യൂ നിന്ന് തലചുറ്റി വീണവന്റെ ഫോട്ടോ എടുത്തിട്ട് ATMന്റെ മുമ്പിൽ നിന്ന് തലചുറ്റി വീണതാണെന്ന് വരെ പറഞ്ഞു. ഇവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവുമെന്ന് വരെ പറയാൻ ഒരറപ്പും ചളിപ്പും ഇല്ലാത്ത ഈ പരമദേശദ്രോഹികളെ ഒന്ന് തിരിച്ചറിയാൻ ജനതയ്ക്ക് സാധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ തിരിച്ചറിവായിരിക്കണം എത്ര വിപ്ലവകരമായിട്ടുള്ള സമരവും പ്രതിഷേധവും നടത്തിയിട്ടും ഉത്തർപ്രദേശിൽ എന്താ സംഭവിച്ചത്, മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്, ഗോവയിൽ എന്താ സംഭവിച്ചത്, പഞ്ചാബിന്റെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല, വിപരീതമാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ എന്താ സംഭവിച്ചത്? വളരെയധികം ഒന്ന് ചിന്തിക്കണം. കമ്പ്യൂട്ടറിനെതിരെ, ആറ്റമിക് റിയാക്ടറിനെതിരെ, നോട്ട് പിൻവലിക്കലിനെതിരെ എല്ലാത്തിനും എതിർത്ത് ഈ നാട് നല്ല റോഡ് വേണം, പക്ഷെ കരിങ്കല്ലെടുക്കാൻ പാടില്ല. നല്ല വീടുകൾ വേണം, പക്ഷെ മണലെടുക്കാൻ പാടില്ല. മണൽ മാഫിയ, കരിങ്കൽ മാഫിയ, കുടിക്കാനുള്ള വെള്ളമെടുത്താൽ വെള്ളം മാഫിയ, എല്ലാത്തിനും എതിർക്കാനും പുച്ഛിക്കാനും വേണ്ടി മാത്രം ജന്മം കൊണ്ട ചില ബുദ്ധിജീവികളും പത്രപ്രവർത്തകരും ചില പ്രകൃതി സ്നേഹികളും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ രാഷ്ട്രീയ ദുഷ്ടന്മാരും കൂടി ചേർന്ന് ഈ നാടിനെ ഇങ്ങനെയൊക്കെ ആക്കിയെങ്കിലും ഒരു കാര്യം വ്യക്തമായി, ഇവരുടെ വാക്കുകൾക്കോ വരികൾക്കോ നിർദ്ദേശങ്ങൾക്കോ സന്ദേശങ്ങൾക്കോ പുല്ലുവില പോലും കൽപ്പിക്കാത്ത ലെവലില് ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് പോയിരുന്നു. ഇവർ പറയുന്നത് ഒന്നും ജനത്തിന് ബാധിച്ചിരുന്നു എങ്കിൽ, എന്തെങ്കിലും ബാധിച്ചിരുന്നുവെങ്കിൽ ഈ നോട്ട് പിൻവലിക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നു. നോട്ട് പിൻവലിക്കലിന് എതിരെ എത്രയാ സമരം നടത്തിയത്? ആ സമരത്തിന് ആഹ്വാനം ചെയ്തവൻ പോലും സമരത്തിന് വന്നില്ല എന്നുള്ളതാണ്. എന്ത് ഭംഗിയായിട്ട് ജനങ്ങൾ അതെല്ലാം തിരസ്കരിച്ചു എന്നുകൂടി കുറെ പാർട്ടി പ്രവർത്തകര് കുറുക്കനും ചെന്നായിയും ഊരിയിടുന്ന മാതിരി കിടന്ന് ഒച്ചയെടുത്തു എന്നല്ലാതെ ബാക്കി ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിച്ചില്ല. ഇന്ന് കൂടംകുളത്തിലെ 2 അഡീഷണൽ റിയാക്ടർ അവിടെ വരുന്നു.
ഇപ്പൊ സമരം ചെയ്യാനൊന്നും ആരുമില്ല. പെന്തക്കോസ്റ്റുകാരനും ഇല്ല, മതപരിവർത്തന തൊഴിലാളിയില്ല, ഈ ക്രിസ്ത്യാനിയുടെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന അച്യുതാനന്ദനും ഇല്ല, വേറെ ആരുമില്ല. അറിയണം, അവനവൻ ചെയ്തു കൂട്ടിയ നാടിന്റെ വികസനത്തിന് എതിരെ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ മഹാപാപം ഒന്നില്ലെങ്കിൽ മരിക്കാൻ കാലത്ത് അല്ലെങ്കിൽ ചാവാൻ കാലത്ത് വെള്ളമിറങ്ങാതെ മരിക്കുമെന്ന് കൂടി ചിന്തിക്കാൻ സാധിക്കട്ടെ. ഈ രാഷ്ട്രത്തിനെ പലതിൻ്റെയും പേരിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവർ സ്വയം പുരോഗമനവാദികളും അതേ സമയത്ത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അധോഗമനവും. ഇവിടെ കൊയ്ത്ത് യന്ത്രം പറ്റില്ല, ഇവിടെ നടീലയന്ത്രം പറ്റില്ല, ഇവിടെ ക്രഷർ പറ്റില്ല, ഇവിടെ കമ്പ്യൂട്ടർ പറ്റില്ല, ഇവിടെ വാഹനങ്ങൾ പറ്റില്ല. ഇതിനെല്ലാത്തിനെയും എതിർത്ത പരമദ്രോഹികളാണ് ഇന്ന് രാഷ്ട്രം ഭരിക്കുന്നതെന്ന് കൂടി മറക്കാതിരിക്കട്ടെ. പക്ഷെ ജനം ഇതിനൊന്നിനും കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് കൂടി അറിയാൻ ദൂരെ മാറി നിന്നെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. പ്രണാമം, നമസ്കാരം.